ഇത് നമ്മുടെ അലക്കുകല്ല്. ഇവന് പറയാൻ ഒത്തിരി കഥകളുണ്ട്. ഇപ്പം ഇവനെ ആർക്കും വേണ്ട, എല്ലാവരും ഉപേക്ഷിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് ചക്ക മുറിക്കാൻ, കോഴിക്ക് തീറ്റ അരിയാൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇന്ന് ഞാൻ ചക്ക മുറിക്കാനായിട്ട് ഉപയോഗിക്കുക. നിന്നുകൊണ്ട് നമുക്ക് ചക്ക മുറിക്കുകയും ചെയ്യാം, ദേഹത്തും ആകൂല. നല്ല വിളഞ്ഞ വരിക്ക ചക്കപ്പഴമാണിത്. ഒരുവിധം വലുതാന്നേ ഉള്ളൂ, വലിയ വലുതല്ല. അപ്പം നോക്കാം, നമുക്കിതിനെ മുറിച്ചെടുക്കാം. ഈ ചക്കയുടെ അരക്കിന് പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചക്കയുടെ മുളഞ്ഞിന്നാണ്. അപ്പോൾ യൂഷ്വലി ഞങ്ങൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ ചകിരിച്ചോറ് അല്ലെങ്കിൽ പേപ്പർ വെച്ച് ഇതിങ്ങനെ മാറ്റും. ഇനി നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം. ഇത് വീണ് ചതഞ്ഞതിൻ്റെ ഒരു പോർഷൻ പോയിട്ടുണ്ട്. നോക്കട്ടെ, മധുരം ഉണ്ടോ എന്ന് നോക്കട്ടെ. നല്ല മധുരം, നല്ല തേൻ വരികയാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ ചക്കയല്ല, നമുക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. അപ്പോൾ ഒരെണ്ണം ഞങ്ങൾ വേവിക്കാനായിട്ട് എടുത്തു വെച്ചു, ഒന്ന് നമ്മൾ പഴുപ്പിക്കാനും എടുത്തു. എല്ലാവർക്കും ചക്കപ്പഴം വലിയ ഇഷ്ടമാണ്. പക്ഷെ ആർക്കും ഇത് എടുക്കാനുള്ള മെനക്കേട് കൊണ്ടാണ് പലരും ഇത് വേണ്ടാന്ന് വെക്കുന്നത്. അങ്ങനെ ഈ ഒരു പഴുത്ത ചക്ക മുഴുവനും ഞാൻ ഓരോ ചൊള്ളയായിട്ട് ഇരിഞ്ഞെടുക്കുക. കാരണം ഓരോ തുണ്ടി വീതം കൊടുക്കാൻ ഇവിടെ ആരുമില്ല. അങ്ങനെ കഴിക്കാനുള്ളവരെല്ലാം പോയി. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആരും ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളിതെല്ലാം എടുക്കുമ്പോൾ തന്നെ ഒന്നിച്ചങ്ങ് എടുത്ത് വയ്ക്കും. എന്നിട്ട് ഇതിനെ, നമുക്കൊക്കെ ചക്കപ്പുട്ട് വലിയ ഇഷ്ടമാണ്. ചക്ക ഇങ്ങനെ തന്നെ കഴിക്കും, അല്ലാതെ ചക്കപ്പുട്ടുണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഡിന്നറിന് ചക്കപ്പുട്ടുമാക്കാം. ഭയങ്കര മഴ വരുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പായിട്ട് എനിക്കിതെല്ലാം എടുത്തോട്ട് കയറി ഓടിപ്പോണം. വീടും പരിസരവും മാക്സിമം വൃത്തിയാക്കിയാണ് ഞങ്ങളിടുക. ഇപ്പം നോക്കിക്കോ, ഈ ചക്കയുടെ മടലെല്ലാം നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ പൈപ്പ് കമ്പോസ്റ്റിലാണ്. അതിനകത്ത് കൊണ്ടുപോയിട്ടേക്കും. അതവിടെ കിടന്ന് നല്ല രീതിയിൽ അഴുകി നമുക്കത് വളമായിട്ട് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ പരിപാടി കഴിയും. ഇനി നമ്മൾ ഇതിനെ കൊണ്ടുപോയി ഇതെല്ലാം ഈ ചാക്കിൽ തന്നെ എടുത്ത് നമ്മൾ കമ്പോസ്റ്റ് പൈപ്പിൽ കൊണ്ടുപോയി ഇടാൻ പോവാണ്. പൈപ്പിൻ്റെ മൂല തുറക്കുന്നു, അതിലേക്ക് ഇതെല്ലാം ഇടുന്നു. ഇതേ നമ്മുടെ ചക്കയുടെ മടലെല്ലാം ഇതിനകത്തിട്ടു. സോ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്കപ്പുട്ട്. അപ്പം ഞങ്ങൾ ചക്കപ്പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ നമ്മുടെ അപ്പച്ചമ്പിനകത്ത് വെള്ളം എടുത്തു. എന്നിട്ട് മുകളിലോട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ അവിടെ വാഴയില വെട്ടിയിടുകയാണ്. സാധാരണ നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ പുട്ട് നനച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ പുട്ടുപൊടി വിതറുക. സോ ഒരു ലെയർ പുട്ടുപൊടി. അരിപ്പൊടിയിൽ തേങ്ങയും വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ നനച്ച് അരമണിക്കൂർ തട്ടിപ്പൊത്തി വെച്ച് നല്ല കുതിർന്നിരിക്കുന്ന പുട്ടുപൊടിയാണിത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വരിക്കച്ചക്കപ്പഴം. കൂഴച്ചക്ക കൊള്ളൂല, വരിക്കച്ചക്ക തന്നെ ഇതിന് വേണം. അപ്പോൾ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തിടണം. മുഴുവനും ഇടുക. സോ ഇപ്പം അടിയിലത്തെ ലെയർ പുട്ടുപൊടി, മുകളിലത്തെ ലെയർ ചക്കപ്പഴം. ഇനി നെക്സ്റ്റ് ലെയർ എഗെയിൻ നമ്മുടെ പുട്ടുപൊടി.
അതൊന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഇത് പുട്ടുകുറ്റിയിൽ വെക്കരുത്, കാരണം പുട്ടുകുറ്റിയിൽ വെച്ചാൽ ചൂട് കയറി കഴിയുമ്പോൾ, ആവി വന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ ചക്ക വേകും. ചക്ക വെന്ത് കഴിയുമ്പോൾ ആ പ്രഷറിൽ ഇത് നമ്മുടെ പുട്ടുകുടത്തിൽ നിന്ന് വെളിയിലോട്ട് ചാടും. അതുകൊണ്ട് അപ്പച്ചെമ്പിനകത്ത് മാത്രമേ ഇത് വെക്കാവുള്ളൂ. അതിനുശേഷം തീ ഓണാക്കി കൊടുക്കുക. പുട്ട് വേകുന്ന പോലെ തന്നെ സമയമെടുത്ത് നല്ലപോലെ ആവി കയറി എടുക്കുക. ഇതിന് വേറെ കറികളോ പഴങ്ങളോ ഒന്നും വേണ്ട. നമ്മുടെ ചക്കപ്പുട്ട് റെഡി ആയി കഴിഞ്ഞു. ആവി പറക്കുന്ന ചക്കപ്പുട്ട് സൂപ്പർ സാധനമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.